കൂട്ടുകാർക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ചെങ്കുരുണ്ടാമ്പാറ. ഇതൊക്കെ ഞങ്ങളുണ്ടല്ലോ, ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പം പിന്നെ യക്ഷി ഉള്ളതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ ചെങ്കുരുണ്ടാമ്പാറയിലോട്ടാണ്. ചെങ്കുരുണ്ടാമ്പാറയിലോട്ട് കയറാൻ പോവാം. തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പം നമുക്ക് ചെങ്കുരുണ്ടാമ്പാറയിലോട്ട് പോകാം. പാറ പോകുന്ന കൂടാതെ അപ്പുറത്തൊരു മാർബിൾ പീസുകൾ മുറിച്ചൊരു സ്ഥലമുണ്ട്. അപ്പം അത് അങ്ങോട്ടും പോകാം. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, ഈ മാർബിൾ പീസുകളെല്ലാം മുറിച്ചിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇത്രയും വലിയൊരു സംഭവം അധികം പേരൊന്നും ഇങ്ങനെ പോയി കണ്ടു കാണത്തില്ല. മാർബിളിൻ്റെ പീസുകൾ മുറിച്ചിട്ടേക്കുന്നുണ്ടോ? ഓ മൈ ഗോഡ്, എന്നാ രസമല്ലേ ഇത് കാണാൻ. അങ്ങ് അകത്തോട്ട് ഞാൻ അധികം കയറി പോകുന്നില്ല, കാരണം ഇവിടെയെല്ലാം വളരെ മോശമായ രീതിയിൽ ചെല്ലുകൊണ്ടെല്ലാം പൊട്ടിച്ച് തകർത്തിട്ടിരിക്കണം. അതുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നില്ല, കാണിക്കാം. അല്ലേ, ഈ സൈഡിൽ നിന്ന് പീസുകളെല്ലാം കട്ട് ചെയ്തിട്ട്, അതായത് ഈ സൈഡിൽ നിന്ന് മാർബിൾ പീസുകളെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും. അപ്പോൾ ഇതിലാരും കൊണ്ടുപോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനിയും ഉണ്ട് ഒത്തിരി കൊണ്ടുപോകാനൊക്കെ. സംഭവമൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ വേസ്റ്റുകളുടെ ഒരു കുമ്പാരം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ട് കേട്ടോ. കയറണം. ആ മേളിലുള്ളതാണ് ഞാൻ പറഞ്ഞ ചെങ്കുരുണ്ടാമ്പാറ. ആൽത്തറയാണോണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൽത്തറകളൊക്കെ.
പിന്നെ ഗൈസ് പറ്റുന്നില്ല, മടുത്തു, സ്റ്റെപ്പിൽ മടുത്തു അല്ലേ. ഈ കയറ്റ അങ്ങ് കയറി അങ്ങ് വണ്ടേ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാ കാണുന്നതാണ് ചെങ്കുരുണ്ടാം പാറ. ഇത് പാറ, അത് മതി. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടേ, ഇവിടെ ഒരു 56 സ്റ്റെപ്പുകൾ ഡൊണേറ്റഡ് ബൈ ആൾക്കാരുടെ പേരും വിലാസവും സ്ഥലവും. അയ്യോ അയ്യോ അയ്യോ. വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ഡൊണേറ്റേഴ്സിൻ്റെ അടുത്ത് വന്നു. ഇത്രയും സ്റ്റെപ്പുകൾ ഇവർ രണ്ടുപേരുമാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ സ്ഥലം, തീയതി. കയറുന്നു. ഷാൻ്റെ പോലെ അങ്ങ് താഴെ കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ. നമ്മൾ ഇവിടെ നിൽപ്പുണ്ട്. ചെങ്കുരുണ്ടാൻ പാറ. എനിക്ക് തോന്നുന്നേ മലമുകളിൽ ഇത്രയും വലിയൊരു പാറ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ ചെങ്കുരുണ്ടാൻപാറ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല കേട്ടോ, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. കാരണം നിസ്സാരം ചെറിയ പാറയില്ലോട്ടോ, മാതിരി വലിയ പാറയാണ്. വലിയ പാറ എന്ന് പറഞ്ഞാൽ ഈ പാറയ്ക്ക് അകത്തൊരു അമ്പലമുണ്ട്. അകത്ത് മീൻസ് അടിയിൽ. കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. കാറ്റടിച്ച് മൂടി അലങ്കോലമായതാണേ. എൻ്റെ മേൽവശം ഉണ്ടോ, അങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട്. മതി, അപ്പോൾ എന്നെ നോക്കരുത്, ഓടി വന്ന് കുത്തരുത് കേട്ടോ. ഗിവ് മീ പോസ്, ലുക്ക് ഇവിടെ ഇവിടെ ഇവിടെ
ഇവിടെ ആ കാറിൽ നിന്ന് ഞാനല്ല കേട്ടോ, എൻ്റെ ഉത്തരവാദി പശുമ്പയാണേ. നമ്മുടെ വണ്ടി ബുക്ക് இதுல பில் பண்ணலாம்லப்பா சர்ச்சையில வச்சு போடவே முடியாது. இதுல நெட் கம்மியாகுது. ரூமுக்கு போடல போடல போய் எங்க போனா ஃபோன் ரூமுக்கு போனா போடலாம்ப்பா, இங்க போட முடியாதுப்பா வெளிய வந்து. இல்ல இப்ப குட்டுமாவே என்ன பில் போட சொன்னது 150 அனுப்புவாங்களான்னு. போர்டு 100 தான் இருக்குதா. அடேய் பெரிய பாய் பாய் 300 வாடா என்ன கிடைக்குதுல. நீ வந்தீங்கன்னா தான் நான் வருவேன். என்ன பேசுறேன்னு தெரியல. விட்டுற தேவனிக்கு வேண்டாம் வேண்டாம். இப்போ நான் வேண்டாம்ல. அப்ப ஒண்ணுமே இல்ல பிரயோஜனம் பண்ணீங்கற. அன்னைக்கே சொன்னீங்களா? அன்னைக்கு எல்லாம் நேத்து கூட பேசிட்டு இருந்தீங்க. அடியல ஆஸ்டர் சொன்னவே இல்லன்னு. ஆஸ்டர் தான் கேட்டுக்குது. குட்டு மதிப்பு எல்லாத்தையும் பேசிட்டு இருக்கீங்க நீ. ஒண்ணுமே இல்ல காலையில வேணா அனுப்பட்டுமா? 200 ரெடி பண்ணி வேணா பசங்களை ரெடி பண்ணி அனுப்ப சொல்ல காலையில. இப்போ 100 ரெடி பண்ற செட்டிங் போட்டால் ஒண்ணு, 200 ரெடி பண்ற செட்டிங் போட்டால் ஒண்ணு. பேஸ்டிங் போட்டா முடிஞ்சதுல. അവരവരുടെ കുടുംബവിഷയത്തിലിരിക്കുക. ആയതിലോട്ടെ നമ്മൾ വന്നേക്കുന്നത് പാണ്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. വന്നിരിക്കുന്നത് പാണ്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടുത്തെ ബാഗ് കേസ് നമ്മൾ വന്നിരിക്കുന്നത് പാണ്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പാണ്ടിക്കുഴി എന്ന് പറയുന്നത് കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അവിടുന്ന് ഉള്ളിലോട്ട് ഒരു 1 കിലോമീറ്റർ കൂടെ
കയറി വരുവാണെങ്കിൽ പാണ്ടിക്കുഴിയുടെ ഈ വ്യൂ കാണാം നമുക്ക്. ഇവിടെയും നമ്മൾ അരുവിക്കുഴി കാണുന്ന പോലെ തന്നെ സെയിം വ്യൂ ആണ് വരുന്നത്. പക്ഷേ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇവിടെ ഇത്രയും അടുത്ത് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുന്ന് കാണുന്നത് ലോവർ, അത് കൂടല്ലൂർ, അതിനപ്പുറം കാണുന്നത് കമ്പം, അതിനപ്പുറത്ത് തേനി. അങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ കാണുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു വ്യൂവിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന മേഘമല, വെള്ളിമല ഇവിടെയൊക്കെ ഒരു പോർഷൻ ഇങ്ങനെ ഒരു ലൂപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ വന്ന് നമ്മുടെ ഇതുണ്ടോ ഇങ്ങനെ വന്ന് ഇതിലിങ്ങനെ തന്നെ ഇങ്ങ് പോവുക. ഈ മല കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ കാണുന്ന മല ഇത് രണ്ടും ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് തമിഴ്നാടിൻ്റെ, ഇത് കുമളി ലോവർ, അല്ല ഇത് കുമളി തേക്കടി ആ ഭാഗങ്ങളൊക്കെയാണ് ആ വരുന്നത്, ആ കാണുന്നത്. ഈ കാണുന്നത് തമിഴ്നാടിലോട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പം ഒരു പാലത്തിനടിയിൽ കൂടെ വെള്ളം ഇറങ്ങി കാണത്തില്ലേ, അതാണ്. അത് ശരിക്കും പറഞ്ഞാൽ എരച്ചിൽ പാലം എന്നാണ്. അത് പറഞ്ഞ് അവസാനം ഇപ്പോൾ ഇറച്ചിപ്പാലം എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഇരച്ചിൽ പാലം എന്നാണ് അതിനകത്ത് പേര് ശരിക്കും ഉള്ളത്. ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകുന്ന ഒരു ചുരം പോലുള്ളൊരു വഴിയാണ്. ഇവിടുന്ന് നേരെ താഴോട്ടിറങ്ങിയാൽ നേരെ ആദ്യം കാണുന്നത് തമിഴ്നാടിൻ്റെ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന ഏരിയയിലാണ്. നമുക്ക് കുമളി വഴിയും കമ്പംമെട്ട് വഴിയും തമിഴ്നാട് ഇറങ്ങാൻ പറ്റുവേ. കുമളി വഴി ഇറങ്ങുമ്പോൾ നേരെ ലോവർ ക്യാമ്പിലോട്ടും, കമ്പംമെട്ട് വഴി ഇറങ്ങുമ്പോൾ നേരെ കമ്പത്തിലോട്ടുമാണ് ചെല്ലുന്നത്. ഞാൻ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ ഫോട്ടോ എടുക്കാനുള്ള കാരണം തമിഴ്നാട്ടിൽ എന്തോരം പച്ചപ്പാണെന്ന് നോക്കണേ. നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ തമിഴ്നാട് ഇതുണ്ടോ, തമിഴ്നാട് നിറയെ നല്ല പച്ചപ്പ് തുളുമ്പി നിൽക്കുക. എന്നാ രസമൊക്കെ കാണാമെന്നറിയോ. ഞാൻ കാണുന്ന വെള്ളം ഒഴുകി പോകുന്നത് പെരിയാറിലെ വെള്ളം ഒഴുകി പോകുന്നതാണ്. അതായത് കുമളിയിൽ നിന്ന് പോകുന്ന വെള്ളവും പെൻസ്റ്റോക്ക് വഴി പോകുന്ന വെള്ളവും പിന്നെ ആ എരച്ചിൽ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വെള്ളം എല്ലാം കൂടെ അവിടെയാണ് വരുന്നത്. ആ കാണുന്ന ചെറിയ പൊട്ട് പോലുള്ളത് തേക്കടിയിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെയാണ്. ആ ഭാഗത്തെ ചെറിയൊരു പോർഷനായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ടാണ് അത്രയും കാണാൻ പറ്റുന്നത്. മംഗളാദേവി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ് അത്. തമിഴ്നാട്ടിൽ അത് പറയുന്നത് കണ്ണകി ദേവി ക്ഷേത്രം എന്ന് പറയുന്നൊരു ഏരിയയാണ് അവിടെ. അത് നമ്മൾ വർഷത്തിലൊരിക്കൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. തേക്കടി വനത്തിനകത്തൂടെ ജീപ്പ് വഴിയേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കി കഥകളും കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ ഇതിൽ നന്നാക്കിയിടാവേ. അപ്പം ഗുഡ് ബൈ.